കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തീർന്നു, സകലതും തീർന്നു. എന്തിനാണോ അവൻ ചെന്ന് പോലീസിന്റെ വലയിൽ വീണു കൊടുത്തത്? അവൻ എന്തെങ്കിലും വായ തുറന്ന് പറഞ്ഞു പോയാൽ പിന്നെ എല്ലാം നമ്മുടെ തലയിൽ തന്നെ വരും. പേടിക്കണ്ട, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എടോ, തന്റെ ആളാണ് അവനുമായിട്ട് ബന്ധപ്പെട്ടത്. ഒരിക്കൽ ഫോണിൽ താൻ അവനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അന്വേഷണം നടത്തുന്ന പോലീസുകാരന് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവനിലൂടെ തന്നിലേക്ക് എത്താൻ അധിക സമയമൊന്നും വേണ്ട. അങ്ങനെ വരില്ല. അവൻ ഒരിക്കലും എന്റെ പേര് പറയാൻ പറ്റില്ല. ഞാൻ ആരാണെന്ന് പോലും അവൻ അറിയില്ല. എടോ, അവൻ അത്ര മണ്ടനാണെന്ന് കരുതല്ലേ മൂർത്തി. ഒരു ചെറിയ കാര്യത്തിനെന്നും പറഞ്ഞ അവനെ സ്വാധീനിച്ചത്. അത് കലാശിച്ചത് 2 പേരുടെ മരണത്തിലാണെന്ന് അറിയുമ്പോ അവൻ സത്യം പോലീസിനോട് പറയത്തില്ലടോ. അതിന് എന്നെ അവൻ അറിയില്ലെന്ന് പറഞ്ഞില്ലേ സാർ? പക്ഷെ താൻ ഏർപ്പാടാക്കിയ ആളിനെ അവൻ അറിയാം. എടോ, അവൻ അയാളെ ഒറ്റുകൊടുക്കും. അങ്ങനെ അവര് തന്നിലേക്ക് എത്തും. അങ്ങനെ എത്തിയാൽ പോലും പേടിക്കാനൊന്നുമില്ല. പോലീസ് എത്ര തല്ലിച്ചതച്ചാലും അവൻ എന്റെ പേര് പറയില്ല. ഇനി അഥവാ എന്നെ പിടിച്ചാലും അത് നിങ്ങളെ ബാധിക്കില്ല. കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. DKയോടുള്ള പഴയ വിരോധം കൊണ്ട് ഇത് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞാൽ അത് ഏത് പോലീസും വിശ്വസിക്കും. എടോ, തന്റെ വാക്കെനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. ഒരിക്കലും ഈ കേസ് MP വിഘ്നേഷിലേക്ക് വരില്ല. ഷുവർ. ഹലോ, എപ്പോ? ശരി ശരി, തൽക്കാലം നീ മറ്റെവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്ക. ഞാൻ വേണ്ടതൊക്കെ ചെയ്തോളാം. പിന്നെ ഈ നമ്പറിൽ നിന്ന് ഇനി എന്നെ വിളിക്കരുത്. ശരി, ഓക്കെ. ആരാ മൂർത്തി? നമ്മൾ പറഞ്ഞത് സംഭവിച്ചു. അവനെ അന്വേഷിച്ച് പോലീസ് എത്തി. ആ കിരണിനെ. അവൻ തന്റെ പേര് പറയോ? ഇതുവരെ അവൻ പിടിയിലായിട്ടില്ല. പിടി കൊടുക്കരുത്. താൻ ചെന്ന് അവനെ മറ്റെവിടേക്കെങ്കിലും മാറ്റ്. ഇവിടെ വേണ്ട, സുരക്ഷിതമായ മറ്റെവിടേക്കെങ്കിലും. ശരി. മോളെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പോടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പൊ എല്ലാം തകിടം മറിഞ്ഞു. എന്റെ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. അവള് വെറുക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. എനിക്കാരോടും വെറുപ്പൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റും? എത്ര ദിവസം ഇത് രഹസ്യമാക്കി വെക്കാൻ പറ്റും? ഇതുവരെ ഈ രഹസ്യം നിങ്ങളുടെ മാത്രം ബാധ്യതയായിരുന്നു. ഇപ്പോ അറിയാതെയാണെങ്കിലും അതെന്റെയും കൂടെ ബാധ്യതയായി. പൗർണമി പറഞ്ഞതെല്ലാം സത്യമാണ്. DKക്ക് നല്ലൊരു ജീവിതം കിട്ടാനാ സുപ്രിയയെ ത്യാഗമൊക്കെ സഹിച്ചത്. അത് അത്രയേറെ അവൾ DKയെ സ്നേഹിച്ചതുകൊണ്ടാ. ആയിരിക്കാം. പക്ഷെ എന്റെ ഭർത്താവാ ഇപ്പോ ഹിറ്റ്ലർ. ഒരു ബോംബ് പോലെയാ ഇപ്പൊ സുപ്രിയ വീട്ടിൽ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് സുപ്രിയയുടെ ആ രഹസ്യം പുറത്തായാലുണ്ടല്ലോ, അതോടെ എല്ലാം തകരും. എനിക്കും സുപ്രിയയ്ക്കും ഇടയില് ഹിറ്റ്ലർ എന്താ ചെയ്യാ? എങ്ങനെ പ്രതികരിക്കും? ആര് സ്വീകരിക്കും? അതുകൊണ്ടാണ് ഇതാരും അറിയരുതെന്ന് സുപ്രിയ പറഞ്ഞത്. മോളെ, കുറച്ചുനാൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ, അതുവരെ മാത്രമേ അവൾ ജീവിക്കൂ. നമ്മൾ 3 പേരൊഴികെ ഈ രഹസ്യം ആരും അറിയില്ല. ഇതെന്റെ വാക്കാണ്. മോള് സുപ്രിയോട് അല്പം ദയ കാണിക്കണം. മോളുടെ ഒരു വാക്കില ഇനി അവളുടെ ജീവിതം. മോൾക്ക് വേണമെങ്കിൽ പറ്റില്ല എന്ന് പറയാം, ഒഴിയും. ആരും മോളെ ഒരു കുറ്റവും പറയില്ല.
പക്ഷെ ഒരു ജീവന്റെ അവസാനത്തെ ആഗ്രഹം. അതിനുവേണ്ടിയാ എന്റെ ഈ യാചന. ഉപേക്ഷിക്കരുത്. സർപ്പത്തിന്റെ പുറത്ത് ചവിട്ട് നിൽക്കുന്ന പോലെയാണല്ലോ ദൈവമേ ഞാൻ നിൽക്കുന്നത്. പൗർണമി പറഞ്ഞതുപോലെ മരിക്കുന്നത് വരെ സുപ്രിയാണെന്ന് അറിയാതെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോ അവളുടെ ഡീറ്റയോട് സത്യം പറയും. അതോടെ എന്റെ ജീവിതം തകരും. സുപ്രിയ വന്നതും പോയതും നീ മാത്രമേ അറിയാവൂ. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം തകരും. ഇല്ല, ആരും ഒന്നും അറിയാതെ നോക്കിയേ പറ്റൂ. അതിന് ഞാൻ ഓരോ നിമിഷം അവളുടെ കൂടെ ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനേക്കാൾ എന്റെ ജീവിതം തകർന്നു പോകാതിരിക്കാനുള്ള ഒരേ ഒരു വഴി അത് മാത്രം. വാർത്തകൾ വിശദമായി. ഭക്ഷണത്തിൽ വിഷം ചേർത്ത കേസിൽ മറ്റൊരാൾ കൂടി അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി കിരണാണ് പിടിയിലായത്. ഇതോടെ ഈ കേസിൽ പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ണ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഇത് ചെയ്തവനെ പിടിച്ചു തരണമെന്ന് ഞാൻ എത്ര ദിവസമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്റെ കണ്ണ. ഇവനെ ശരിക്കൊന്ന് ചോദ്യം ചെയ്താൽ അറിയാം ശരിക്കും ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. ഇനിയിപ്പോ പിടിച്ചാലും നമ്മൾ അനുഭവിച്ച നഷ്ടവും നാണക്കേടും പോവില്ലല്ലോ. അത് കൊള്ളാം. യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കോടതിയിൽ തെളിയണ്ടേ? ഭക്ഷണത്തിന് മായം ചേർത്ത് വെക്കുന്ന ഏർപ്പാട് DK റെസ്റ്റോറന്റിനില്ലാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ പ്രശ്നം വന്നപ്പോ ആരെങ്കിലും അത് വിശ്വസിച്ചോ? എന്തൊക്കെയായിരുന്നു പോകില്? ബേട്ടി, അതല്ലെങ്കിലും അങ്ങനെ തന്നെയാ. നമുക്ക് നല്ല കാലമായിരിക്കുമ്പോ എല്ലാം ബെറ്റർ ആയിരിക്കും. കൂടെ നിൽക്കാനും സ്തുതി പറയാനും ഒരുപാട് പീപ്പിൾസ് ഉണ്ടാവും. പക്ഷേ അതെല്ലാം അവരുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്നവരായിരിക്കും. നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ ഈ പീപ്പിൾസ് ആരും ഉണ്ടാവില്ല. ആദ്യേ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നത് അവരായിരിക്കും. എന്നിട്ട് ശത്രുക്കളുടെ കൂടെ കൂടി കുറ്റം പറയുകയും ചെയ്യും. ഇപ്പോൾ കിട്ടിയ വാർത്ത. DK റെസ്റ്റോറന്റ് കേസിൽ പുതിയ തെളിവുകൾ. DK റെസ്റ്റോറന്റിന്റെ ഉടമയായ ദേവകൃഷ്ണയുടെ ശത്രുവായ മൂർത്തി എന്ന ആളാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ എന്ന് പ്രതി വെളിപ്പെടുത്തിയിരിക്കുന്നു. മൂർത്തിയോ? അവരാണോ ഇത് ചെയ്തത്? എന്നാ പിന്നെ അതിന്റെ പിന്നിൽ ആ വിഘ്നേഷും ഉണ്ടാവും. അതുറപ്പാ. മായിച്ചു പറഞ്ഞ സത്യം തന്നെ. ഉറപ്പായിട്ടും അവനും കാണും. എത്ര ശത്രുവായാലും ആഹാരത്തിൽ പോയിസൺ ചേർക്കുന്നവൻ മഹാപാപിക്കുള്ള നരകത്തിൽ പോവും. പോലീസ് ഉടനെ തന്നെ അവനെയും പിടികൂടും. മനുഷ്യരുടെ കാഴ്ച മാറും. ഇരുട്ടിലും മറവിലും ഒളിക്കാം. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാം. വേണമെങ്കിൽ നല്ലവനായിട്ട് ആക്ടിങ് ചെയ്യാം. പക്ഷെ വൺ ഡേ എല്ലാം വെളിച്ചത്ത് വരും. മൈ ലിറ്റിൽ കണ്ണന്റെ കാഴ്ച മറക്കാൻ ആർക്കും സാധ്യമല്ല. സത്യം എല്ലാവരും മനസ്സിലാക്കും. മൈ സണ്ണിന്റെ നിരപരാധിത്വം തെളിയും. മൈ ലിറ്റിൽ കണ്ണ, യു ആർ ഗ്രേറ്റ്. വെരി വെരി ഗ്രേറ്റ്. ജ്യോതി വിഷമിക്കണ്ട. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ ഹരിപ്രിയായിട്ട് തന്നെ ഞാൻ മടങ്ങിപ്പോവും. അതിനു മുൻപ് ഞാൻ മരിച്ചു പോയാലും ആരും അറിയരുത് ഞാൻ സുപ്രിയ ആയിരുന്നു എന്ന്. ജ്യോതിക്ക് പേടിയുണ്ടല്ലേ?
പേടി വേണ്ട. ഒരു ദിവസം ഡേക്കയോട് ഞാൻ സുപ്രിയ തിരിച്ചു വരുന്ന കാര്യം ഒരു തമാശ പോലെ സൂചിപ്പിച്ചു. എന്നിട്ട് സുപ്രിയ മരിച്ചു എന്ന് തന്നെയാ ഡേക്ക ഉറച്ചു വിശ്വസിക്കുന്നത്. അതൊരു വെറും വിശ്വാസമല്ല. അതിന് ഡേക്കയ്ക്ക് വ്യക്തമായ കാരണമുണ്ടെന്ന് പറഞ്ഞു. ആ രഹസ്യം ഡേക്ക ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിക്കാന്നും പറഞ്ഞു. നിർബന്ധിച്ച് ചോദിക്കായിരുന്നില്ലേ? ഞാൻ ചോദിച്ചില്ല. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പായി, ഡേക്കയുടെ മനസ്സിൽ സുപ്രിയ മരിച്ചു. അവിടെ ഇപ്പോ നീ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ആ മുന്നിൽ ചെന്നിട്ട് സുപ്രിയാണെന്ന് പറഞ്ഞാലും ഡേക്ക വിശ്വസിക്കില്ല. ഞാൻ മരിച്ചു എന്ന വിശ്വാസം അത്രയ്ക്ക് ഉറച്ചുപോയി ഡേക്കയുടെ മനസ്സിൽ. എന്താ രണ്ടുപേരും കൂടി ഒരു ലാത്തിയടി? ഏയ്, ഞങ്ങള് വെറുതെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. അതെ, ആ വിഘ്നേഷിന്റെ കാര്യത്തില് എന്തായി തീരുമാനം? തെളിവുകൾ അവനിലേക്ക് എത്തട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. കമ്മീഷണറാണല്ലോ. ഹലോ, എന്താടോ? മൂർത്തിയോ? ഓ ശരി, ഓക്കെ. എന്താ, എന്തു പറ്റി? ആ മൂർത്തി അറസ്റ്റ് ചെയ്യാൻ പോലീസ് പോയിട്ടുണ്ടെന്ന്. അയാളാണ് ഇത് ചെയ്തതെന്ന് പിടിയിലായവർ മൊഴി കൊടുത്തു. മൂർത്തിയെ പിടിച്ച വിഘ്നേഷിനുള്ള കുരുക്ക് മുറുകും. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനിപ്പോ വരാം. ഇരിക്കെ. എനിക്ക് ഹരിപ്രിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ഹലോ. ആ, താനിത് എവിടാ? തന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. എടോ, എനിക്ക് ആ ഉപേന്ദ്രനെ ഉടനെ കാണണം. പോലീസ് അവനെ തേടിയെത്താൻ സാധ്യതയുണ്ട്. തൽക്കാലം അവനെ ഒന്ന് മാറ്റി നിർത്ത്. അവനെ കിട്ടിയാൽ ഉടനെ തന്നെ എന്നെ വിളിക്കാൻ പറയണം. ശരി. ഛേ, ഇവനിത് എവിടെ പോയി മുങ്ങിയോ എന്തോ. ആരാടാ? ഏയ്, ആരാടാ? അവിടെ നിക്കടാ നീ. കേട്ടോ, പിടിച്ച് വണ്ടി കയറ്റ്. വേഗം വേഗം കയറ്റ്. നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. ഇനിയെല്ലാം അവിടെ ചെന്നിട്ട്. കമലേച്ചിയെ കാണുന്നില്ലല്ലോ. എന്തുപറ്റി? മരുന്ന് കഴിക്കാൻ സമയമായി. ഞാൻ എടുത്തു തരാം. വേണ്ട, ഞാൻ എടുത്തോളാം. എന്തുപറ്റി? എണീറ്റപ്പോ ചെറിയൊരു തലകറക്കം. വാ, ഇവിടെ ഇരിക്കും. ഹലോ. എവിടെ താൻ ഇറങ്ങിയോ? ആ, ഞാനിപ്പോ വരാം. ശരി, ഓക്കെ.
ഹോസ്പിറ്റലിലേക്ക് പോണോ? വേണ്ട, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കെ, എനിക്കൊന്ന് പുറത്തു പോകണം. കാലിനൊരു ബലം പോരാ, വീണുപോയി. കുറച്ചു ദിവസത്തേക്ക് നല്ല ക്ഷീണം കാണും. ഒരുപാട് ബ്ലഡ് വോമിറ്റ് ചെയ്തതല്ലേ. എന്തായാലും ഹിറ്റ്ലർ ഉണ്ടായത് നന്നായി. നിനക്ക് വിഷമമുണ്ടോ? എന്തിന്? സത്യം പറഞ്ഞ കുറച്ച് കുശുമ്പില്ലാണ്ടില്ല. കാര്യം എന്തൊക്കെയാണെങ്കിലും എന്റെ ഭർത്താവല്ലേ. പക്ഷേ തൽക്കാലം ഞാനങ്ങ് ക്ഷമിച്ചു. നീ ഇത്രയ്ക്ക് വിശാല മനസ്കയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അത്രയ്ക്ക് വിശാല മനസ്കൊന്നും അല്ല ഞാൻ. ഒരു സിമ്പതി അല്ലേ? അങ്ങനെയും കരുതാം. ഇനി നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തന്നില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നിട്ടേ നിന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചയക്കൂ. എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരുമോ? ഒരു മോഹം കണ്ടില്ലേ? അങ്ങനെ അതിർത്തി ലംഘിക്കുന്ന ആഗ്രഹങ്ങളൊന്നും വേണ്ട. എന്റെ ഭർത്താവിനെ ഒഴിച്ച് നിനക്ക് എന്തും ആഗ്രഹിക്കാം. അറിയാതെ എങ്ങാനും ഒന്ന് ആഗ്രഹിച്ചു പോയാലോ? നിന്നെ ഞാൻ കൊന്നുകളയും. നീ എന്താ ചിരിക്കുന്നേ? ഞാനത് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നിന്നെ ഇവിടെ നിൽക്കാൻ അനുവദിച്ച ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ആവോന്നാ എന്റെ പേടി. അങ്ങനെ നോക്കിയാ നീ ആ ഒട്ടകം. DKയുടെ ലൈഫിലേക്ക് ഒരു ഒട്ടകത്തെ പോലെ ഇവിടേക്ക് ഇടിച്ചു കയറി വന്നില്ലേ? കല്യാണം കാണാൻ വന്നവള് മണവാട്ടിയായി, മണ്ണഞ്ചാരി നിന്നവള് ചെക്കനെയും കൊണ്ടുപോയിന്ന് നാടൻ ഭാഷയിൽ പറയും. ഹലോ 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 ഹലോ, അതെ, കൂടുതൽ നാടൻ ഭാഷയൊന്നും വേണ്ട. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ആരുടെ മുന്നിലും ഒരവശതയും കാണിക്കരുത്, കേട്ടല്ലോ? എന്നാ ഉറങ്ങിക്കോ കേട്ടോ. ഗുഡ് നൈറ്റ്. രാത്രി കിടന്ന ഉറക്കം വരില്ല ജ്യോതി. ഓരോരോ ചിന്തകളാ. ഭിത്തിയിലൊക്കെ ഓരോ രൂപങ്ങള് ഇങ്ങനെ വന്നിറങ്ങുന്ന പോലെ തോന്നും. ചിലപ്പോ അതൊക്കെ കൈകാട്ടി നമ്മളെ വിളിക്കുന്ന പോലെ രൂപം മാറി മാറി വരും. മനസ്സിലെ ഭയം കൊണ്ടാ അങ്ങനെയൊക്കെ തോന്നുന്നത്. നന്നായി പ്രാർത്ഥിച്ചിട്ട് കിടന്നോളൂ, ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാവം, ഇന്നു മുതല് അവളുടെ ഉറക്കം പോവും. ഇനി രക്ഷയില്ല മൂർത്തി. നീയാണ് ഇതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രമെന്ന് പോലീസിന് മനസ്സിലായി. നിന്റെ ഈ ചിരിയൊക്കെ ഇപ്പൊ അങ്ങ് മാറും. സത്യം പറ, നിന്റെ പിന്നിൽ ആരാ? നിന്നെ കൊണ്ട് ആരാ ഇത് ചെയ്യിപ്പിച്ചത്? ആ വിഘ്നേഷ് അല്ലേ? ഏത് വിഘ്നേഷ്? ഒന്ന് ചുമ്മാതിരി സാറേ. വെറുതെ കള്ളത്തെളിവുണ്ടാക്കി എന്നെ ഈ കേസിനകത്ത് കൊടുക്കാനാണ് നിങ്ങളുടെ ശ്രമമെന്ന് എനിക്കറിയാം. പക്ഷേ അത് നടക്കില്ല. ഞാനാണിത് ചെയ്യിച്ചതെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും നിങ്ങൾക്ക് കിട്ടില്ല. പറഞ്ഞേ പറ്റൂ. രേഖ ഉണ്ടെങ്കിലോ മൂർത്തി? ഉപേന്ദ്രൻ അറിയോ അങ്ങനെ ഒരാളെ? അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയില്ല. ഏത് ഉപേന്ദ്രൻ? എനിക്കങ്ങനെ ഒരാളെ അറിയില്ല. പക്ഷേ ആ ഉപേന്ദ്രന് മൂർത്തിയെ അറിയാം. അവന്റെ കോൾ ലിസ്റ്റിൽ കഴിഞ്ഞ ഒരാഴ്ചയായി അവൻ നിങ്ങളെ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോ പലരും പല ആവശ്യത്തിനും വിളിക്കില്ലേ? അതങ്ങനെയല്ലല്ലോ.
ആ പാർട്ടിക്കിടയിൽ ആഹാരത്തിൽ വിഷം ചേർക്കുന്നതിന് തൊട്ടു മുമ്പും നിങ്ങളുടെ കോൾ ഉപേന്ദ്രന് വന്നിരുന്നു. അവനിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ സാറേ? രണ്ടെണ്ണം കൊടുത്തവൻ തത്ത പറയുന്ന പോലെ എല്ലാം പറയും. വേണ്ടടോ, അല്ലെങ്കിലും പറയും. പറഞ്ഞേ പറ്റൂ. സത്യത്തിന് അങ്ങനെ മറച്ചു വെക്കാനൊന്നും പറ്റില്ല. പറയും മൂർത്തി. അതിനുശേഷം ആഹാരത്തിൽ വിഷം കലർത്തിയതിന് ശേഷം അവൻ നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. പോലീസിന്റെ കയ്യിൽ അതിനെല്ലാം രേഖയുണ്ട് മൂർത്തി. എന്താ ഇനി അവനെ മുന്നിൽ കൊണ്ടു നിർത്തി പറയിക്കണോ ഇതെല്ലാം നിങ്ങൾ അവനെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന്? ഡ്രൈവർക്ക് 50,000 രൂപ കൊടുത്തതും ഫുഡ് സർവ് ചെയ്യുന്ന ആളുടെ വേഷത്തിൽ അവൻ അതിനകത്ത് കയറി പറ്റിയതും എല്ലാം അവൻ സമ്മതിച്ചു. അത് മാത്രമല്ല, ഫുഡിൽ വിഷം കലർത്താനായിട്ട് നിങ്ങൾ കൊടുത്ത 5 ലക്ഷം രൂപയും കുറിച്ചും അവൻ പറഞ്ഞു. ആരാ നിങ്ങൾക്ക് ഈ പണം തന്നത്?